ദൈവനാമത്തിന് മാത്രണ്ടാട്ടെ. ഈ സന്ധ്യാസമയത്ത് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം 148. യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്നു യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സകല ദൂതന്മാരുള്ളവരെ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പീൻ, സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവേ അവനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ സ്തുതിക്കണം. എല്ലാം ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ പ്രാർത്ഥിക്കണം, വേദങ്ങൾ പഠിക്കണം. ജോലി, കാശ്, പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടരുത്. ദൈവമക്കളെ, ഞാനൊരു വീട്ടിൽ പോയി, ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീട്ടിൽ പോയി. അവർ 15 വർഷത്തിന് മുമ്പിൽ ഞാൻ അവരെ കണ്ടു. ഇപ്പോൾ ഞാൻ അവരുടെ വീട്ടിലേക്ക് ഒരാഴ്ചൻ്റെ മുമ്പിൽ പോയി. വളരെ വിഷമമായിരിക്കുന്നവനെ കാണുമ്പോൾ അല്പം പോലും ദൈവഭയമില്ല. അവർ കാശുണ്ടാക്കണം, പണം ഉണ്ടാക്കണം പറഞ്ഞിട്ട് നടക്കുകയാണ്. ഒരു പരിതാപകരമായ ഒരു കാര്യം. അത് മനസ്സിലേക്ക് കണ്ടപ്പോൾ വളരെ വേദനിച്ചു. ഇത്രയും വർഷമായിട്ട് അവർ ദൈവത്തെ ആരാധിക്കണം, പാരമ്പര്യമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാണത്രേ. അവർ ഇപ്പോഴും പുരോഗമിക്കാണ്ട് വളരെ കഷ്ടത്തിലാണ്. അതുപോലെ ആകരുത്. കാരണം പ്രാർത്ഥന കുറവ്, ദൈവത്തെ സ്തുതിക്കുന്നില്ല. നന്നായി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ പ്രാർത്ഥിക്കണം. ദൈവത്തെ ഒരിക്കലും നമ്മൾ മറന്നു നടക്കരുത്. കാരണം കർത്താവ് നമ്മളെ ഒരിക്കലും മറക്കില്ല. ദൈവം പറഞ്ഞിട്ടുണ്ട്, പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ ഒരു നാളും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ്. നമ്മൾ അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ സ്നേഹം വലുതാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ പോലെ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. എൻ്റെ അപ്പനമ്മയോ വേറെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. ദൈവം അത്രമാത്രം എന്നെ സ്നേഹിച്ച് എന്നെ കരുതലോടെ ഓരോരോ ദിവസവും എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹം അനുഭവിച്ച എനിക്ക് നിങ്ങളോട് പറയാണ്ട് ഇരിക്കാൻ വയ്യ. അത് പറയാൻ എനിക്ക്. കർത്താവ് സത്യദൈവമാണ്, നമ്മളെ രക്ഷിക്കുന്ന കർത്താവാണ്. രാപ്പകൽ നമ്മളെ കരുതുന്ന ദൈവമാണ്. ഓരോരോ ദിവസവും സാത്താൻ നമ്മുടെ പുറകെ നടക്കുകയാണ്, പിശാച് നമ്മുടെ പിന്നാലെ നടക്കുകയാണ്. നമ്മളെ തകർക്കാൻ ദൈവമോ നമ്മളെ കാത്തു സൂക്ഷിക്കുകയാണ്. ദുരാത്മാവ് നമ്മുടെ പിന്നാലെ വരുന്നത് നമ്മൾ അറിയുന്നില്ല. ദൈവമക്കളെ, ദൈവം അറിയണ്ട്. അവിടെ നിന്നൊക്കെയും നമ്മൾ ദൈവം രക്ഷിക്കുകയാണ്. ബസ്സിൽ പോകുമ്പോഴും, റൂട്ടിൽ നടന്നു പോകുമ്പോഴും, വീട്ടിലിരിക്കുമ്പോഴും, ജോലി സ്ഥലത്തും, രാത്രി ഉറങ്ങുമ്പോഴും ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കുകയാണ്. ആ ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. ദൈവത്തെ മറന്ന് ഒരിക്കലും നടക്കരുത്. നടന്നാൽ നമ്മൾ കഷ്ടത്തിലാവും, നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ പിശാച് നമ്മളെ കൊണ്ട് തള്ളിവിടും. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളെല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.